ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒരു ക്ഷേത്ര ദർശനത്തിനാണ് പോകുന്നത്. മനസ്സിൻ്റെ വിഷമങ്ങളും വേദനകളും മാറാൻ നമ്മൾ ആശ്രയിക്കുന്നത് ഭക്തിമാർഗം തന്നെയല്ലേ. പുണ്യസ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി തന്നെയാണല്ലേ. അങ്ങനെ ഞങ്ങൾ എത്തി നിൽക്കുന്നത് മലപ്പുറത്തെ പ്രസിദ്ധമായ നിറകൈതക്കോട്ട ക്ഷേത്രത്തിലാണ്. തിരൂരങ്ങാടി താലൂക്കിലെ വള്ളിക്കുന്ന് പഞ്ചായത്തിൻ്റെ വടക്ക് കോട്ടക്കുന്നിലാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. പരപ്പനാട് രാജാക്കന്മാരുടെ പ്രധാന ആരാധനാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. കുന്നിൻമുകളിൽ സ്ഥിതി ചെയ്യുന്ന നിറകൈതക്കോട്ട ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തി ബാലശാസ്താവാണ്. അങ്ങനെ ഞങ്ങൾ വഴിപാട് കൗണ്ടറിൽ ഷീട്ടാക്കി അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഭഗവാൻ ശ്രീരാമന്റെ ഭക്തനായിരുന്ന വില്യമംഗലം സ്വാമിയാർ ഒരിക്കൽ ശ്രീരാമന്റെ സങ്കല്പത്തിൽ ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ പൂജ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഉച്ചപൂജ സമയത്ത് ഭഗവാനെ ശ്രീരാമനായി ആരാധിക്കാൻ തുടങ്ങിയത്. രാമായണത്തിലെ വാനരസേനയുടെ പിൻഗാമികളാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ധാരാളം വാനരന്മാർ ഇവിടെ വസിക്കുന്നുണ്ട്. എന്നാൽ വളരെ കുറച്ച് മാത്രം വാനരന്മാരെ മാത്രമേ നമുക്ക് ഇന്നിവിടെ കാണാൻ കഴിഞ്ഞുള്ളൂ. അടുത്തതായി നമ്മൾ മുകളിലത്തെ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേക വഴിപാട് മുട്ടറുക്കലാണ്. ദോഷങ്ങൾ മാറുവാനും ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കുവാനും വേണ്ടി നാളികേരം കൊണ്ട് മുട്ടറക്കൽ ഇവിടെ നടത്തി വരുന്നുണ്ട്. കൂടാതെ ഇവിടുത്തെ ഗുരുതി പ്രശസ്തമാണ്. അങ്ങനെ ഞങ്ങൾ തൊഴുതു വരുന്ന വഴി ക്ഷേത്രത്തിന് പുറത്ത് ഷൂട്ടിംഗ് നടക്കുന്നതായി കണ്ടു. പിന്നെ വെഡ്ഡിംഗ് ഷൂട്ടിങ്ങും നടക്കുന്നുണ്ടായിരുന്നു. ക്ഷേത്രത്തിനോടടുത്ത് നല്ലൊരു അമ്പലക്കുളവും കാണാനിടയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ ഷെയറും.